നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദമാമിൽ നിന്നും തിരുവനന്തപുരം സ്വദേശി സജീവ് സുമനസ്സുകളുടെ കാരുണ്യത്താൽ നാടണഞ്ഞുവെന്ന വാർത്തയാണ് പ്രവാസി മലയാളിയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. വാർത്തയിലേക്ക്. ഹൗസ് ഡ്രൈവർ വിസയിൽ വന്ന ദുരിതത്തിലായ യുവാവിനെ സാമൂഹിക പ്രവർത്തകരുടെ പ്രയത്നത്തിന്റെ ഫലമായും അവരുടെ നല്ല മനസ്സിന്റെ ഫലമായും സ്വദേശത്തേക്ക് തിരിച്ചെത്തിക്കാൻ സാധിച്ചു. തിരുവനന്തപുരം സ്വദേശി സജീവനാണ് സുമനസ്സുകളുടെ കാരുണ്യത്താൽ നാടണയാൻ സാധിച്ചത്. 1 വർഷം മുൻപാണ് സജീവ് ദമാമിൽ എത്തിച്ചേർന്നത്. ദമാമിലുള്ള സ്വദേശി പൗരന്റെ വീട്ടിലേക്ക് വന്നതെങ്കിലും അറബി ഭാഷ സംസാരിക്കാൻ അറിയില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് റിയാദിൽ നിന്ന് 300 കിലോമീറ്റർ അകലെ ദവാത്മിയിലെ സൗദി പൗരന് കൈമാറുകയായിരുന്നു. അയാളുടെ പേരിലേക്ക് സ്പോൺസർഷിപ്പ് മാറ്റുകയും ചെയ്തു. അതോടെ യുവാവിന്റെ ദുരിതവും തുടങ്ങുകയായി. ദുരനുഭവങ്ങളായിരുന്നു അവിടെ നേരിടേണ്ടി വന്നത്. സഹിക്കാനാവാതെയായപ്പോൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഒരു ടാക്സിയിൽ കയറി 380 കിലോമീറ്റർ സഞ്ചരിച്ചുകൊണ്ട് റിയാദിലെ സുഹൃത്ത് നന്ദുവിന്റെ അടുത്തെത്തി കാര്യം പറഞ്ഞു. 3 മാസത്തോളം നന്ദുവിന്റെ സംരക്ഷണയിൽ കഴിയുകയും തുടർന്ന് പ്ലീസ് ഇന്ത്യ ഭാരവാഹിയായ ലത്തീഫ് തെച്ചയുടെ സഹായത്തോടെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടുകയും നാട്ടിൽ പോകാനുള്ള വഴി അങ്ങനെ തുറന്നു കിട്ടുകയുമായിരുന്നു. എംബസിയിൽ നിന്ന് ഔട്ട് പാസ് കിട്ടിയതോടെ നാടുകടത്തൽ, അതായത് തർഹിൽ കേന്ദ്രത്തിൽ നിന്ന് എക്സിറ്റ് വിസ നേടാൻ സാധിച്ചു. റിയാദിലെ കരുനാഗപ്പള്ളി സ്വദേശികളുടെ പ്രവാസി കൂട്ടായ്മ നന്മ നൽകിയ സൗജന്യ വിമാന ടിക്കറ്റിലാണ് ഒടുവിൽ ഈ യുവാവിന് നാട്ടിലേക്ക് മടങ്ങാൻ സാധിച്ചത്. പ്ലീസ് ഇന്ത്യ കിഴക്കൻ പ്രവേശ്യ കോർഡിനേറ്റർ റബീഷ് കൊക്കല്ലൂർ, സഹപ്രവർത്തകരായ പ്രജിത്ത്, ഇർഷാദ്, അഹിനാസ് എന്നിവരും നന്മ പ്രവർത്തകരും നന്ദുവുമാണ് സജീവിനെ ഓരോ ഘട്ടത്തിലും സഹായിക്കാനുണ്ടായിരുന്നത്. പ്രവാസി മലയാളിയിൽ പലപ്പോഴായി ദുരിതത്തിലകപ്പെട്ടിരിക്കുന്ന യുവാക്കളുടെ വാർത്തകൾ അല്ലെങ്കിൽ ദുരിതത്തിലകപ്പെട്ടിരിക്കുന്ന ഓരോ പ്രവാസികളുടെ വാർത്തകൾ പങ്കുവയ്ക്കാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും പലരും രക്ഷപ്പെട്ടുകൊണ്ട് നാട്ടിലണയുന്നതും നമുക്ക് വാർത്തകളിലൂടെ അറിയാൻ സാധിക്കുന്നു. എന്നാലും എത്രയോ പേരാണ് ഇപ്പോഴും നാടണയുക എന്ന വലിയ സ്വപ്നവും പേറി ഇപ്പോഴും പ്രവാസ മണ്ണിൽ ദുരിതം അനുഭവിക്കുന്നത്. ഇനിയെങ്കിലും എത്രയും പെട്ടെന്ന് പ്രവാസ മണ്ണിൽ ദുരിതം അനുഭവിക്കുന്ന അത്രയും പേർ സ്വദേശത്തേക്ക് എത്തിച്ചേരാൻ അവർക്കും വഴിയൊരുങ്ങട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.